അഗസ്ത്യമുനിയുടെ കമണ്ടലു ഗണപതി ഭഗവാൻ ഒരു കാക്കയുടെ രൂപം ധരിച്ച് തട്ടിമറിച്ചു. അത് ഭഗവാന്റെ വെറും ഒരു കുസൃതി ആയിരുന്നില്ല. ലോകക്ഷേമത്തിനായുള്ള മഹത്തായ ദിവ്യ ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നു. ആ കമണ്ടലുവിൽ നിന്നൊഴുകിയത് ശാപമായിരുന്നോ അല്ലെങ്കിൽ അനുഗ്രഹമായിരുന്നോ? ചരിത്രവും പുരാണവും ഇഴചേരുന്ന അത്ഭുത കഥ. പണ്ട് ദക്ഷിണ ഭാരതം കഠിനമായ ഒരു വരൾച്ചയുടെ നിഴലിലായിരുന്നു. ആകാശം കരുണയില്ലാതെ ചുട്ടുപൊള്ളി, പുഴകൾ വറ്റി വരണ്ടു, കാടുകൾ കരിഞ്ഞുണങ്ങി, പക്ഷികളും മൃഗങ്ങളും വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞു. പ്രകൃതിയുടെ ഈ നിലവിളി കേട്ട് മനമുരുകിയ അഗസ്ത്യമുനി ലോകരക്ഷാർത്ഥം മഹാദേവനെ ധ്യാനിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. മുനിയുടെ അചഞ്ചലമായ ഭക്തിയിൽ പ്രസാദിച്ച മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. അല്ലയോ അഗസ്ത്യമുനി, അങ്ങയുടെ കരുണ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ തന്റെ ജടയിൽ നിന്നും അല്പം ഗംഗാതീർത്ഥമെടുത്ത് അഗസ്ത്യമുനിയുടെ കമണ്ടലുവിലേക്ക് പകർന്നു. ഈ പുണ്യജലം എവിടെയെങ്കിലും ഒഴുകിയാൽ അവിടെ സമൃദ്ധി ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് അഗസ്ത്യമുനി കമണ്ടലുവുമായി യാത്ര തിരിച്ചു. സഹ്യപർവ്വത നിരകളിൽ എത്തിയപ്പോൾ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും കുറച്ചുനേരം ധ്യാനിക്കാനുമായി അദ്ദേഹം ഒരു പാറപ്പുറത്ത് വിശ്രമിച്ചു. തന്റെ അമൂല്യമായ കമണ്ടലു അദ്ദേഹം അടുത്തു തന്നെ വെക്കുകയും ചെയ്തു. എന്നാൽ ആ ജലം അവിടെ തന്നെ ഇരിക്കുകയല്ലാതെ ഒഴുകാൻ തുടങ്ങിയിരുന്നില്ല. ലോക നന്മയ്ക്കായി ജലം ഉടൻ ഒഴുകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ വിഘ്നേശ്വര ഭഗവാൻ ഒരു ചെറിയ ലീല നടത്തി. അഗസ്ത്യൻ ധ്യാനത്തിൽ മുഴുകിയ സമയം നോക്കി ഗണപതി ഭഗവാൻ ഒരു പൊൻകാക്കയുടെ രൂപം ധരിച്ച് പറന്നു വന്നു. കാക്ക കമണ്ടലുവിന്റെ വക്കിലിരുന്ന് ജലം കുടിക്കുന്നത് പോലെ അഭിനയിക്കുകയും പെട്ടെന്ന് ആ കമണ്ടലു തട്ടിമറിക്കുകയും ചെയ്തു. കമണ്ടലു മറിഞ്ഞ് പുണ്യതീർത്ഥം ഭൂമിയിലേക്ക് പരന്നൊഴുകാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് തപസ്സിൽ നിന്ന് ഞെട്ടിയുണർന്ന അഗസ്ത്യമുനി കണ്ടത് തന്റെ കമണ്ടലു മറിഞ്ഞു കിടക്കുന്നതാണ്. ദേഷ്യം വന്ന മുനി കാക്കയെ ശപിക്കാൻ കൈ ഉയർത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ കാക്ക ഗണപതി ഭഗവാനായി സ്വരൂപം പൂണ്ടു. ഗണപതി ഭഗവാൻ അഗസ്ത്യമുനിയോട് പറഞ്ഞു, മുനിവരെ അങ്ങ് വിഷമിക്കേണ്ട, ഈ തീർത്ഥം ഇവിടെ തടവിലാക്കപ്പെടേണ്ടതല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്ക് ജീവനാകാൻ ഒഴുകേണ്ടതാണ്. തുടർന്ന് അഗസ്ത്യമുനി നോക്കിയപ്പോൾ കമണ്ടലുവിൽ നിന്ന് ഒഴുകിയ തീർത്ഥം ഒരു ചെറിയ ചാലല്ല, മറിച്ച് ആർത്തലച്ചൊഴുകുന്ന ഒരു നദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാറക്കെട്ടുകളിലൂടെയും വനങ്ങളിലൂടെയും ആ നദി താഴേക്ക് കുതിച്ചു. അവൾ പോയ വഴികളിലൊക്കെ മണ്ണ് കുളിർത്തു, വിത്തുകൾ മുളച്ചു, പൂക്കൾ വിരിഞ്ഞു. ഇത് കണ്ട അഗസ്ത്യമുനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാവേരി, വനം, വേരി, നദി, വനങ്ങളിലൂടെ ഒഴുകുന്നവൾ എന്ന് വിളിക്കപ്പെട്ട ആ നദി ഇന്നും ഭാരതത്തിന്റെ പുണ്യമായി കോടിക്കണക്കിന് ജനങ്ങളുടെ ദാഹം തീർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നന്മയ്ക്കായി വരുന്ന തടസ്സങ്ങൾ പലപ്പോഴും വലിയ അനുഗ്രഹങ്ങളായിരിക്കും എന്നതാണ് ഈ കഥ നൽകുന്ന പാഠം. അഗസ്ത്യമുനിയുടെ കമണ്ടലുവിൽ തടവിലായിരുന്ന പുണ്യജലത്തെ ഗണപതി ഭഗവാൻ പുറത്തെത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും യഥാർത്ഥത്തിൽ പുതിയ വഴികൾ തുറക്കാനുള്ള ഈശ്വരന്റെ ലീലകളാവാം. തടസ്സങ്ങളെ ഭയക്കാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ലോകത്തിന് ഗുണകരമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കൂ. ഗണപതി ഭഗവാന്റെ ലീലയുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം വിഘ്നേശ്വരായ നമഃ.